ഞാൻ വട്ടവട പോയപ്പോൾ എനിക്ക് സംശയമുള്ളൊരു കാര്യമായിരുന്നു. ഈ 2000 3000 കൊടുത്തിട്ട് ഈ ജീപ്പ് ട്രക്കിങ് മുതലാകുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ 1 2 ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വട്ടവട പോവുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഈ വട്ടവടയിലൂടെയുള്ള ജീപ്പ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. വട്ടവടയിൽ നിന്നായിട്ട് ഞങ്ങൾ ഈ ജീപ്പ് ചെയ്തിട്ടുള്ള നല്ല കിടിലൻ മനുഷ്യ കേട്ടോ, നല്ല കിടിലൻ ഡ്രൈവർ, എല്ലാ സ്പോട്ടും ഞാൻ കാണിച്ചു തന്നു. അത് 4 മണിക്കൂർ 2000 രൂപയാണ് പുള്ളി മേടിച്ചത്. ടോപ്പ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ 3000 3500 അവർ ചോദിക്കും. കുറഞ്ഞ സ്ഥലമേ കാണിക്കുള്ളൂ നമ്മളെ ചാമ ജാൻസൺ. അപ്പോൾ ഞങ്ങൾ ആദ്യം കൊണ്ടുപോയിട്ടുള്ളത് ഈ ഒരു വ്യൂ പോയിന്റിലാണ്. ഈ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മുടെ നായാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റാണ് ഞങ്ങളുടെ ആദ്യത്തെ ലൊക്കേഷൻ. അതുപോലെ നമ്മുടെ അഭിമന്യു ഇല്ല, മഹാരാജാസിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഗ്രാമമൊക്കെ ഈ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് ഞങ്ങൾ പോയിട്ടുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, അതുപോലെ ഒരു ടൈഗർ കേവ് ഒക്കെ ഉണ്ട്. ടൈഗർ കേവ് ഒക്കെ കിട്ടില്ല കേട്ടോ. അതുപോലെ വെള്ളച്ചാട്ടം ഇപ്പോൾ മഴ കുറവായതുകൊണ്ടാണ് അധികം വെള്ളമൊന്നുമില്ല. അതുപോലെ നല്ല കിട്ടില്ലൻ ക്ലൈമറ്റ് ആയിട്ട് ഇവിടെ നല്ല തണുപ്പാണ്. കാടിൻ്റെ ഉള്ളിൽ, അത് നല്ലൊരു ഹൈ റേഞ്ചിൽ കാടിൻ്റെ ഉള്ളിൽ ഒക്കെ ആകുമ്പോൾ നല്ല കിട്ടില്ലൻ തണുപ്പോട് കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു അടിപൊളി ടൈഗർ കേവും ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. വീണ്ടും ഇതുപോലത്തെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇനി അടുത്ത് പോകുന്നത്. അവിടെ നല്ല ഭംഗിയായിട്ട് കാണാൻ. ഈ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വട്ടവടയിൽ നിന്ന് വന്ന ഗ്രാമങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ കൃഷിയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. തട്ട് തട്ടായിട്ടുള്ള നല്ല അടിപൊളി കൃഷി രീതിയാണ് ഇവിടെ ഉള്ളത്. അടുത്ത് ഞങ്ങൾ കൊണ്ടുപോയ സ്പോട്ട് ഈ ഒരു പൂന്തോട്ടത്തിലേക്കാട്ടോ. നല്ല കിടിലൻ മനോഹരമായിട്ടുള്ള പൂക്കളാണ്. അത് പ്ലാസ്റ്റിക് പോലത്തെ പ്ലാസ്റ്റിക് പൂ എന്നതിന് പറയുന്നത്. 4 മാസമൊക്കെ ഇത് വാടാണ്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ വിളവെടുപ്പൊക്കെ കഴിഞ്ഞത് കാരണം നമുക്ക് ഇഷ്ടംപോലെ പോയി പറിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഞങ്ങളുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രോബെറി ഫാമിലേക്കാണ്. ഇവിടുത്തെ സ്ട്രോബെറീസ് എന്ന് പറയുന്നത് കിട്ടിലും ടേസ്റ്റ് ആട്ടോ. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സ്ട്രോബെറീസാണ് ഇവിടുന്ന് ഉണ്ടാക്കുന്നത്. അതുപോലെ എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് സ്ട്രോബെറി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും അവൾക്ക് എങ്ങനെയാണ് ഈ സ്ട്രോബെറീസൊക്കെ ഉണ്ടാകുന്നതെന്നൊന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ചെയ്യാൻ പറ്റിട്ടോ. അടുത്ത ഞങ്ങൾ പോയ സ്പോട്ട് എന്ന് പറയുന്നത് ഒരു ഫാമിലേക്കാണ്. ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്. ക്യാരറ്റ്, ഗാർലിക്ക്, ബീട്രൂട്ട്, കോസ്, ക്യാബേജ്, ഇങ്ങനെ ഒരുപാട് പച്ചക്കറികളുണ്ട്. നമുക്കിത് വേണമെങ്കിൽ മേടിക്കാനൊക്കെ പറ്റും കേട്ടോ. കുറച്ച് പൈസയേ ഉള്ളൂ. വീണ്ടും ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. തട്ട് തട്ടായിട്ട് ഇങ്ങനെ വീഴുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല തണുപ്പാട്ടോ. പിന്നെ അടുത്ത പോയിട്ടുള്ളത് വീണ്ടും ഒരു കൃഷിത്തോട്ടത്തിലേക്കാണ്. ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. തട്ട് തട്ടായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. ഇത്രയും കാഴ്ചകളെ കണ്ട് ഞങ്ങൾ അവസാനമായിട്ട് പോയിട്ടുള്ളത് ഹണി മ്യൂസിയം കേട്ടോ. ഹണി മ്യൂസിയം കൂടെ കണ്ടു കഴിയുമ്പോൾ ഞങ്ങളുടെ ട്രെക്കിംഗ് അവസാനിക്കും. ഏകദേശം ഒരു സർക്കുലർ ഷേപ്പിലാണ്. വട്ടവട ടൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മല ചുറ്റി ചുറ്റി ഓരോ സ്പോട്ടുകൾ കണ്ട് പിന്നെ അവസാനം ഹണി മ്യൂസിയം കണ്ട് വീണ്ടും വട്ടവട തന്നെ നമ്മളെ കൊണ്ടുവന്നവർ ഡ്രോപ്പ് ചെയ്യും. ഇത്തരം ട്രക്കിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് നല്ലൊരു ഡ്രൈവറെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അവർക്ക് നമ്പർ അയച്ചു തരാം. ഒരു വണ്ടിയിൽ 8 പേര് കൂട്ടുക. 2000 രൂപയാണ് ചിലവ് വരുന്നത്.